തികച്ചും ഡിജിറ്റലായി തുടങ്ങാവുന്ന ഒരു 2-in-1 സേവിംഗ് അക്കൗണ്ടാണ് നിയോക്സ് ഡിജിറ്റൽ അക്കൗണ്ട്. ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്ക് അവതരിപ്പിച്ച പൂർണ്ണമായും പേപ്പർ രഹിത അക്കൗണ്ടാണ് ഈ നിയോക്സ് 2-in-1 ഡിജിറ്റൽ അക്കൗണ്ട്. എന്താണ് 2-in-1 അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഉപയോഗിക്കുന്ന ഒരു സേവിംഗ് അക്കൗണ്ടും മ്യൂച്വൽ ഫണ്ട്, വിദേശ സ്റ്റോക്കുകൾ എന്നിവയിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു അക്കൗണ്ട് എന്നിവ ഒരു മൊബൈൽ ആപ്പിൽ ഒരൊറ്റ അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ 2-in-1 അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ, അതായത് ഈ നിയോക്സ് സേവിംഗ് അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു സീറോ ബാലൻസ് സേവിംഗ് അക്കൗണ്ടാണ്. അതുപോലെ സർവീസ് ചാർജ്, മെയിൻ്റനൻസ് ചാർജ് തുടങ്ങിയവ ഒന്നും തന്നെ ഇല്ല. സേവിംഗ് അക്കൗണ്ടിന് 7% വരെ പലിശ നൽകുന്നു. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രീമിയം വിസ ഡിജിറ്റൽ കാർഡ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. KYC പൂർത്തിയാക്കുന്നവർക്ക് ഫിസിക്കൽ ATM കാർഡ് വീട്ടിൽ ലഭിക്കുന്നതാണ്. സേവിംഗ് അക്കൗണ്ടിന് പുറമെ ഒരു വെൽത്ത് അക്കൗണ്ട് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു. യാതൊരുവിധ ചാർജുകളും ഇതിന് ഈടാക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് നിക്ഷേപങ്ങൾക്ക്, അതായത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് 5 ലക്ഷം വരെ RBI ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നതാണ്. മൊബൈൽ ബാങ്കിംഗ്, UPI ട്രാൻസാക്ഷൻ എന്നിവ 24 മണിക്കൂറും നിങ്ങൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ്. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളെന്ന് പറയുന്നത് ആധാർ, പാൻ കാർഡ്, ഇൻ്റർനെറ്റ് ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ. എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും നമ്മുടെ സാമ്പത്തിക അപ്ഡേഷനുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ നിയോക്സ് ഡിജിറ്റൽ ബാങ്ക് അല്ലെങ്കിൽ നിയോക്സ് എന്ന് വെറുതെ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ കാണാം. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വളരെ വേഗത്തിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇത്തരത്തിലായിരിക്കും വരുന്നത്. അതായത് ഡിജിറ്റൽ നിയോ ബാങ്കിൻ്റെ ഒരു പരസ്യത്തോടെ ആയിരിക്കും വരുന്നത്. നമുക്കിവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ഫസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ സ്ഥിരമായ ആധാറൊക്കെ ഉപയോഗിക്കുന്ന ആ മൊബൈൽ നമ്പർ നമ്മളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആധാർ, പാൻ കാർഡൊക്കെ ലിങ്ക് ചെയ്ത മൊബൈലായിരിക്കണം നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ടത്. ആ OTP നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആവും, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തരത്തിലൊരു ഓപ്ഷനായിരിക്കും വരുന്നത്. അതായത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വാട്സപ്പിൽ വരണമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഷുവർ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ വാട്സപ്പിൽ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഇമെയിൽ ഉപയോഗിച്ച് നമ്മുടെ ഫോണിലുള്ള Gmail ID ഉപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്കവിടെ Gmail എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിലുകൾ കാണാം. നിങ്ങളൊരു മെയിലാണ് എങ്കിൽ ആ മെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മെയിലിലേക്ക് ഒരു കോഡ്, ഒരു പാസ്വേഡ് അവർ അയക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു കോഡ് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൽ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് 100 സെക്കൻഡുകൾ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നമ്മുടെ പാൻ കാർഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാൻ കാർഡിൻ്റെ നമ്പർ നമ്മൾ കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽ അവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ മിസ്റ്റർ, മിസ്സിസ് ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലേതെങ്കിലും ഒന്ന്, നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ താഴെ ഒരു ബ്ലൂ ബട്ടൺ വരും, യെസ് ദിസ് ഈസ് മീ എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഐ എഗ്രി എന്ന് പറഞ്ഞ് താഴെ വീണ്ടും ഒരു ബ്ലൂ ബട്ടൺ കാണാം, അതിലൊന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമുക്കവിടെ കാണാം ഏറ്റവും താഴെ കണ്ടിന്യൂ ടു സേവിങ് അക്കൗണ്ട് ക്രിയേഷൻ. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെയുള്ള ബ്ലൂ ബട്ടണിൽ. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ, നമ്മുടെ ആധാർ കാർഡിലുള്ള ആ നമ്പർ കൃത്യമായി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കവിടെ വെർച്വൽ ഐ ഡി, ആധാർ കാർഡ് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ വെർച്വൽ ഐ ഡിയാണ് നമുക്കുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് വേണ്ട, നമുക്ക് മുകളിൽ ആധാർ കാർഡ് എന്ന് പറഞ്ഞ് തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആധാർ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ആധാർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ 12 മാസത്തേക്ക് നമ്മൾ KYC എഗ്രിമെൻറ്റ് ചെയ്യുന്ന ഒരു എഗ്രി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതായത് ആധാർ വെച്ച് 12 മാസത്തേക്കുള്ള ഒരു KYC വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ എഗ്രി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക്, അതായത് ആധാറോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. അതിലൊരു OTP ഉണ്ടാവും. അത് നമ്മൾ ഈ ഫോണിലാണെങ്കിൽ അതേപോലെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ ഫില്ലാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ മെസ്സേജിലുള്ള OTP അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ KYC കംപ്ലീറ്റ് ആയി. നമ്മുടെ ആധാറിലുള്ള അതേ അഡ്രസ്സ് ഡീറ്റെയിൽ എല്ലാം അവിടെ കാണാം. നമുക്കവിടെ താഴെയായിട്ടൊരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്കവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പെൻസിലിൻ്റെ ചിഹ്നം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് KYC ചെയ്യുന്നതിനുള്ള ഒരു കാര്യം കൂടെ വെരിഫൈ ആവുന്നതാണ്. നമുക്കപ്പോൾ അവിടെ മുകളിൽ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നമുക്കവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓൾറെഡി നമ്മൾ ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. അവിടെ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വന്നിട്ടില്ല എങ്കിൽ അതൊന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ഥലമാണ്, അതായത് നമ്മൾ പ്ലേസ് ഓഫ് ബർത്ത്, നമ്മൾ ജനിച്ച സ്ഥലമൊന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നമ്മുടെ സാലറി, അതുപോലെ നമുക്കൊരു വർഷം എത്ര വാർഷിക വരുമാനമുണ്ട്, ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ 2 അഡ്രസ്സായിട്ട് അവിടെ കാണിക്കും. അതായത് നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സ്, പാൻ കാർഡ് അഡ്രസ്സ്, അതായത് നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ടാണ്, അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ KYC വെരിഫൈ ചെയ്യാൻ വരുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈ അഡ്രസ്സിൽ ഏത് അഡ്രസ്സിൽ വരണം എന്നാണ് നമ്മളത് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് സെലക്ട് അഡ്രസ്സ് ഒന്ന് താഴെ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നോമിനി, അതായത് നമ്മുടെ ഈ അക്കൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ ആഡ് നോമിനി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചിട്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ, അതായത് നമുക്ക് കാലശേഷം നമ്മുടെ ഈ അക്കൗണ്ടിലുള്ള പൈസ ആരുടെ പേരിലേക്ക് മാറ്റണം, നമുക്ക് എന്തെങ്കിലും അബദ്ധവശാൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നോമിനി ഡീറ്റെയിൽ അവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോമിനി ആഡെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആരാണ് ചെയ്യുന്നത്, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛനമ്മ, അതൊന്ന് സെലക്ട് ചെയ്യുക. അവരുടെ പേര്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം നമുക്ക് അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് തന്നെയാണെങ്കിൽ ഈ അഡ്രസ്സ് അവിടെ ഓൾറെഡി ഉണ്ടാവും, അതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് അവരുടെ നോമിനിയുടെ അഡ്രസ്സ്, നമുക്ക് വേറൊരു അഡ്രസ്സാണെങ്കിൽ അവരുടെ അഡ്രസ്സ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അവരുടെ പിൻകോഡ്, അവരുടെ സ്റ്റേറ്റ്, ഫുൾ ഡീറ്റെയിൽ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വരും. നമുക്ക് താഴെ ഐ ഹാവ് എ റെഡ് അണ്ടർസ്റ്റാൻഡ് ടു ദ അബോവ് ദ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. അതൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെയുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, യുവർ അക്കൗണ്ട് ഈസ് ബീയിങ് ക്രിയേറ്റഡ്. നമ്മൾ ഡിജിറ്റലായിട്ട് ഒരു 2-in-1 ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മെസ്സേജ് വരും. നമുക്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, എല്ലാ ഡീറ്റെയിലും നമുക്കിതിൽ നിന്നും ലഭിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെയാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളത്. നമുക്കിത് ഇവിടെ കാണാം, നമ്മുടെ പേര്, നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നമ്മുടെ കസ്റ്റമർ ID, നമുക്കൊരു ബ്രാഞ്ച് സെലക്ട് ആയിട്ടുണ്ട്. ഇത്രയും കാര്യവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ നമുക്കിതിനെ ഒരു വാട്സപ്പിലോ എന്തെങ്കിലും ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോപ്പി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്കിതൊക്കെ സേവ് ചെയ്ത് വയ്ക്കാം. പിന്നീട് നമുക്കൊരു പാസ്ബുക്കൊന്നും ഇത് ലഭിക്കുന്നതല്ല. അപ്പോൾ നമുക്ക്
ഈ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മുടെ അക്കൗണ്ട് യൂസർ ഐ ഡി നെറ്റ് ബാങ്കിങ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ബാങ്കിങ് തന്നെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് അൺഇൻസ്റ്റാളൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നതിനും ഈ ഇത്രയും കാര്യം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ടെങ്കിലും എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക മറ്റുള്ള ഏതെങ്കിലും. അതിനുശേഷം നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് പരസ്യമുണ്ട്. അതായത് നമുക്ക് ലഭിക്കുന്ന വിസ കാർഡാണ് ATM കാർഡായിട്ട് ലഭിക്കുന്നത്, ഡെബിറ്റ് കാർഡ്. അതിൻ്റെ പരസ്യം നമുക്കിവിടെ കാണാം. ഫ്രീ വിസ പ്രീമിയം കാർഡ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഒക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ച നമ്മുടെ മൊബൈൽ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പാസ്കോഡ് സെറ്റ് ചെയ്യാനാണ്. നമുക്കൊരു ആ വരുന്ന OTP ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യുക. കൺഫേം പാസ്വേഡായിട്ട് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ജനറേറ്റ് ആവും. അതിനുശേഷം ആക്ടിവേഷൻ ടച്ച് ID എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വെരിഫൈ ചെയ്യുക. സ്ക്രീനിൽ അത് റെക്കോർഡ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷൻ വരാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു ഓപ്ഷനുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ആക്ടിവേഷൻ ചെയ്യാം. ഇത്രയും കഴിഞ്ഞ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എഗ്രി ആൻഡ് റിക്വസ്റ്റ് OTP എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡ്, അതായത് വിസ കാർഡ് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ വരും. ഒരു OTP ആണ്. ആ OTP ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക, അതായത് മെസ്സേജായിട്ട് വരുന്നതിന്. അപ്പോൾ നമുക്ക് കാണാം, കൺഗ്രാജുലേഷൻ യു ആർ ടു കണ്ടിന്യൂ വിത്ത് നിയോ എക്വിറ്റാസ് സേവിങ് അക്കൗണ്ട്. എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ ടു ആപ്പ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മൾ കാർഡ് സെലക്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ കാർഡ് ലഭിക്കണമെങ്കിൽ നമ്മൾ KYC ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഓർഡർ കൊടുത്ത് ഈ കാർഡ് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിവിടെ ഓർഡർ വിസ പ്രീമിയം ഡെബിറ്റ് കാർഡുള്ള എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 രീതിയിലുള്ള കാർഡ് കാണാം. ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ളതും ഹൊറസോണലായിട്ടുള്ള ഒരു 2 മോഡലാണ് ഇവിടെ അവർ തന്നിട്ടുള്ളത്. ലൈറ്റ്, ഡാർക്ക്, ഇത് രണ്ടും നമുക്ക് കൊള്ളാൻ നല്ല സ്റ്റൈലുണ്ട്. ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, അതായത് പുതിയൊരു മോഡൽ. ഈ കാർഡിൽ നമുക്കൊരു 16 അക്ക നമ്പരൊന്നും ഇവർ തരുന്നില്ല. അത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, അത്രയും സെക്യൂറായിട്ടാണ് ഇവർ ഈ കാർഡ് തന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് നമ്മുടെ പേര് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 3 പേര് നമ്മുടെ തന്നെ ഡിഫറൻറ്റ് മെത്തേഡിൽ അവർ കൊടുത്തിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ നമുക്ക് ആ പേരൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ടാവും. ആ കാർഡിൻ്റെ കാണാം. ഇത് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഫുൾ KYC ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാർഡ് വീട്ടിൽ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ഷെഡ്യൂൾ ചെയ്യണം. അതായത് ഏത് ദിവസം ഏത് സമയത്ത് നമ്മുടെ വീട്ടിൽ ഇവരുടെ ഒരു കസ്റ്റമർ കെയറിൽ നിന്നും ഒരു എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. നമുക്കിത് KYC ചെയ്യുന്നതിന്. അതിന് നമുക്ക് ഈ ഡേറ്റൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ആ ഡേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിന് അവർ വരുന്നതാണ്. അത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാർഡ് ലഭിക്കുകയുള്ളൂ, ഫുൾ KYC ആവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു എല്ലാ കാര്യങ്ങളും ഫുൾ ട്രാൻസാക്ഷൻ എല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഷെഡ്യൂൾഡ് KYC കൂടെ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലേക്ക് എക്സിക്യൂട്ടീവിനെ വരുത്താവുന്നതാണ്. അതിനുവേണ്ടി നമുക്കിവിടെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഒരു OTP വരും. പിന്നെ നമുക്കവിടെ ഫുൾ KYC അതിൻ്റെ ഡീറ്റെയിൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ എക്സിക്യൂട്ടീവ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ആധാർ ഫിംഗർ പ്രിൻറ്റ് അവർ സ്കാൻ ചെയ്യുന്നതാണ്. ആധാർ കയ്യിൽ വെച്ചിരിക്കുക, പാൻ കാർഡും കയ്യിൽ വെച്ചിരിക്കുക, കഴിയുമെങ്കിൽ ഒരു ഫോട്ടോയും വെച്ചിരിക്കുക. ചിലപ്പോൾ ചോദിക്കും, എന്നാൽ അതുകൂടെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. നമുക്ക് ആപ്ലിക്കേഷൻ റെഡിയായി. ഞാനിവിടെ KYC കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഞാനിവിടെ കാണിക്കുകയാണ്. മുകളിൽ പെൻഡിങ് ആക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ KYC ഡീറ്റെയിൽ കാണാം. ഇവിടെ KYC കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് കാണാം. നമുക്കിവിടെ നമ്മുടെ ഫണ്ട് കാണാം. അതായത് നമ്മുടെ സേവിങ് അക്കൗണ്ട് 0 ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആഡ് മണി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫണ്ട് മറ്റൊരു അക്കൗണ്ടിൽ നിന്നും Google Pay വഴിയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം.
അതുപോലെ നമുക്ക് കാർഡ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ സ്വന്തമായി തന്നെ ചെയ്യാവുന്നതാണ്. കയ്യിൽ കിട്ടുന്ന ഫിസിക്കൽ കാർഡാണ് നമുക്ക് KYC ഫുള്ള് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഈ ആപ്ലിക്കേഷൻ വഴി ഡിജിറ്റലായിട്ടുള്ള കാർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കാർഡ് അൺലോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുവഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. റീചാർജ് ചെയ്യാം, UPI ഉപയോഗിക്കാം. അതുപോലെ ഏറ്റവും പെർഫെക്റ്റായിട്ട് 2-in-1 എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻസാണ്. ആ അക്കൗണ്ടും നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഇതുവഴി. അതായത് നമുക്ക് അതിനും ഈ KYC ആവശ്യമാണ്. KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കണമെന്നുള്ളവർക്കും ഡിജിറ്റലായിട്ട് അക്കൗണ്ട് ഉപയോഗിക്കണമെന്നുള്ളവർക്കും തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു അക്കൗണ്ടാണ് എല്ലാ കാര്യത്താലും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ അക്കൗണ്ട് താല്പര്യമുള്ളവർ ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് അതുവഴി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ഐക്കണിൽ കൂടെയുള്ള ആളെന്ന് പറഞ്ഞ് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.